ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനുണ്ടല്ലോ നല്ല ഒരു മീൻ മത്തി പീരയുടെ റെസിപ്പിയാണേ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം. ഇവിടെ മത്തി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അതിനെ ഒന്ന് കഴുകി റെഡിയാക്കണം. എന്നിട്ട് 2 പീസായിട്ട് കട്ട് ചെയ്ത് വേണം നമുക്ക് ചെയ്യാൻ. ഈ മത്തിപ്പീര ചെയ്യാൻ വേണ്ടിയുണ്ടല്ലോ ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല പച്ച തേങ്ങ ചിരവിത് വേണം. ഒണിയന് സ്ലൈസ് ചെയ്യാൻ. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. പിന്നെ കറിവേപ്പില, പച്ചമുളക് 2ആയിട്ട് മുറിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതെല്ലാം കൂടെ എടുത്ത് മാറ്റി വെക്കണം. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് ചേർത്താൽ മതിയേ. ഇതാ മത്തി ഇവിടെ കുളിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ സാധാരണ നമ്മൾ കുളിപ്പിക്കുകയൊക്കെ കഴിയുമ്പോൾ ഭംഗി കൂടും. പക്ഷെ മത്തിക്ക് ഇത്ര ഭംഗി പോരാൻ തോന്നുന്നു. മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പുളി വെള്ളം തിളപ്പിച്ചും വെച്ചിട്ടുണ്ട്. തേങ്ങ ഒരു ചട്ടിയിലേക്ക്, മൺചട്ടിയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇത് വെളിച്ചെണ്ണ ഒരെണ്ണയും ചേർക്കാത്ത നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് വലിയുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കൂടെ കട്ട്. പക്ഷെ പച്ചമുളക് ഇപ്പം ഇടുന്നില്ല കേട്ടോ. എല്ലാം കൂടെ നല്ല കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കണം. നമുക്ക് ആ ഉള്ളിയും തേങ്ങയും എല്ലാം കൂടെ അങ്ങനെ തിരുമ്മുമ്പോൾ നമ്മുടെ പീരക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എനിക്ക് വേറൊരു അബദ്ധം പറ്റി കേട്ടോ. എന്താ വെച്ചാൽ ആ മുളക് പൊടിയും മഞ്ഞൾ പൊടി ഇട്ടത് എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. അത് വീഡിയോ എടുത്തു എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ സ്കിപ്പായിപ്പോയി. അപ്പോൾ ഓക്കെ. അപ്പം മുളക് പൊടി, മഞ്ഞൾ പൊടി, മല്ലിപ്പൊടി എല്ലാം കൂടി ഇട്ട് ഉപ്പും ഇട്ട് ഒന്നുകൂടെ ഒന്ന് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. അതിനകത്തേക്ക് പുളി ഒഴിച്ചു കൊടുക്കുക. പുളിയുടെ വെള്ളം തീരെ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം പുളി അതിൻ്റെ കൂടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് കറി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി അടുപ്പത്ത് വെച്ച് മൂടി വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. കറി നന്നായിട്ട് തിളച്ച് വരുന്ന സമയം നമുക്കൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കണേ ഇടയ്ക്ക്. എന്തെങ്കിൽ എൻ്റെ ചോട്ടി പിടിച്ചിട്ടുണ്ടെന്ന്. കാരണം ഒന്നാമത് ഗ്രേവി കുറവാണല്ലോ. അപ്പോൾ ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം കറി നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കുക. മത്തി 2ആയിട്ടാണേ ഞാൻ മുറിച്ച് വെച്ചത്. അതും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കണേ. ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ടാണ് നമ്മൾ കറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. ഓൾറെഡി അതിനകത്ത് ഗ്രേവി ഇല്ലാത്തതുകൊണ്ട്, മത്തിക്ക് അധികം വേവില്ലാത്തത് കൊണ്ടും ഒന്ന് തിളച്ചാൽ മതി. നമുക്ക് മൺചട്ടി ആയതുകൊണ്ട് അപ്പം തന്നെ തിള വന്നാൽ അന്നേരം തന്നെ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി ഇതാ നമ്മുടെ മത്തി തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. എരിവ് കൂടുതൽ വേണ്ടവരൊക്കെ അങ്ങനെ. പക്ഷേ ഈ ഫ്ലേവർ നല്ലതാണ്, പച്ചമുളകിൻ്റെ ഫ്ലേവർ. ഇനി ഒരിത്തിരി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് യാതൊരു നിർബന്ധമില്ല. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. നമ്മുടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദാ നമ്മുടെ മത്തിയുടെ പീര ഇവിടെ നോക്കുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ചോറുണ്ണാൻ ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ മത്തി പീരയുടെ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.